ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുക നമ്മുടെ 3 LDC എക്സാമുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എക്സാം നാളെ നടക്കാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഘട്ടങ്ങളായിട്ടുള്ള എക്സാം വരും മാസങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ 3 മാസങ്ങളിൽ നടത്തിയ 3 തവണയായിട്ട് പി എസ് സി നടത്തിയ LDC എക്സാമിൽ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് കുറേ ടോപ്പിക്കുകളും കുറേ ക്വസ്റ്റ്യൻസും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങളൊന്ന് അറിയിക്കുകയാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ LDCയിലെ 3 ഘട്ടങ്ങളിൽ നടന്ന 3 സ്റ്റേജുകളിൽ നടന്ന എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസ് ക്രോഡീകരിച്ചുള്ള വീഡിയോ ആണ്. അപ്പം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യണം. നാളെ ആർക്കൊക്കെ എക്സാം ഉണ്ടെന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം. ഏതൊക്കെ ജില്ലകൾക്കാണ് നാളെ എക്സാം ഉണ്ട്, ആർക്കൊക്കെ എക്സാം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമുക്കിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പി എസ് സി 3 എക്സാമുകൾക്കും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് കേട്ടിട്ടുണ്ട്. ഏത് ടോപ്പിക്കാണ് അറിയായിരിക്കും. ചന്ദ്രയാൻ 3നെ കുറിച്ചും അല്ലെങ്കിൽ ആദിത്യ L1നെ കുറിച്ചും നമ്മുടെ സൗരദൗത്യം അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രദൗത്യത്തിനെ കുറിച്ച് പി എസ് സി ഇപ്പം എക്സാമുകൾക്ക് എല്ലാവർക്കും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. LDCക്കും ഓരോ എക്സാം വെച്ച് ഉണ്ടായിരുന്നു. LDCക്കും ഓരോ എക്സാം വെച്ച് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൽ എത്ര ശതമാനമാണ്? 1%. ചിലവർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. 1%. അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ എന്ന് കേട്ടുകഴിഞ്ഞാൽ എത്രയാണ്? അതായത് ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ അകലെയുള്ള പോയിന്റിലാണ് നമ്മുടെ പേടകം സ്ഥാപിക്കുന്നത് എണ്ണേറ്റിന് എത്രയാണ്? 15 ലക്ഷം കിലോമീറ്ററാണ്. 15 ലക്ഷം. ഇനി എത്ര ദശലക്ഷം എന്ന് കേട്ടുകഴിഞ്ഞാൽ 1.5 ദശലക്ഷമാണ്. ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് പേടകം സ്ഥാപിക്കുന്നത്. അതായത് 1%, 15 ലക്ഷം കിലോമീറ്റർ അകലെ, 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെ. ഇത് പറയാൻ കാരണം പി എസ് സി ഒരിക്കൽ ഇങ്ങനെ കേട്ടതാണ്. അതായത് എത്ര ദശലക്ഷം അകലെ എന്ന് കേട്ടിട്ട് ഓപ്ഷനിൽ 15 തന്നിട്ടാണ് 1.5 തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് കറക്റ്റാവൊന്ന് പഠിച്ചില്ലെങ്കിൽ നമ്മൾ 15 അടിച്ച് വെച്ചിട്ട് വരേണ്ടി വരും. അപ്പം 15 ലക്ഷം കിലോമീറ്ററും 1.5 ദശലക്ഷം കിലോമീറ്ററും അകലെയാണ്. എന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്? ആദിത്യ L1 വിക്ഷേപിച്ചതെന്നാണ് 2023 സെപ്റ്റംബർ 2-ാം തീയതി. 2023 സെപ്റ്റംബർ 2-ാം തീയതിയാണ് രാവിലെ ഒരു 11:50 വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2 സമയം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. 11:50. റോക്കറ്റ് ഏതാണ്? റോക്കറ്റ് ഈ പേരിൽ തന്നെ ഉണ്ട്, ആദിത്യ L1. ആദിത്യ L1. ഇതിനെ ഈ എല്ലിനാണ് തിരിച്ചിട്ട് അത് 7 പോലെ തോന്നുന്നില്ലേ? അതായത് PSLV 57. PSLV 57 വിക്ഷേപിച്ചത്. പക്ഷേ PSLVയുടെ എത്രാമത്തെ ദൗത്യം എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് PSLVയുടെ 59ാമത്തെ ദൗത്യമാണ്. വിക്ഷേപിച്ച റോക്കറ്റ് PSLV C57. PSLV C57. ഇനി PSLVയുടെ എത്രാമത്തെ ദൗത്യമാണെന്ന് കേട്ടുകഴിഞ്ഞാൽ 59ാമത്തെ ദൗത്യമാണ്. അതുപോലെ തന്നെ സൗരദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരെന്ന് കേട്ടിട്ടുണ്ട്? അത് നിഗർ ഷാജിയാണ്. നിഗർ ഷാജിയാണ് പ്രോജക്റ്റ് ഡയറക്ടർ. ഇനി മിഷൻ ഡയറക്ടർ ഉണ്ട്, അത് നോക്കി വയ്ക്കണം. മിഷൻ ഡയറക്ടർ ആരാണ്? മലയാളി ആയതുകൊണ്ട് നോക്കി വയ്ക്കണം. ഡോക്ടർ SR ബിജു ആണ്. ബിജു ആണ്, മലയാളിയാണ്. ഡോക്ടർ SR ബിജു ആണ് മിഷൻ ഡയറക്ടർ. ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയും ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ SR ബിജുവുമാണ്. പിന്നെ ഈ ഇടയ്ക്ക് വേറൊരു നമ്മുടെ ടെക്നിക്കൽ എക്സാമിന് പി എസ് സി കേട്ടിട്ടുള്ളതാണ്. ആദിത്യ L1ൻ്റെ പെലോഡുകളുടെ എണ്ണം എത്രയെന്ന് കേട്ടിട്ടുണ്ട്? 7 പെലോഡുകളാണുള്ളത്. 7 പെലോഡുകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ അടുത്ത ക്വസ്റ്റ്യനും ആദിത്യ L1 ആണ്. സൂര്യനെയും ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്ന് കേട്ടുകഴിഞ്ഞാൽ, സൂര്യനെന്ന് കേട്ടുകഴിഞ്ഞാൽ എന്താണ്? ആദിത്യ L1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ചന്ദ്രയാനാണ്. കുറേ തവണ പ്രഖ്യാൻ എന്ന് കേൾക്കാറുണ്ട്. റോവർ പ്രഖ്യാൻ, RP എന്ന് ഓർത്താൽ മതി. RP എന്ന് ഓർത്താൽ മതി. ഈ പ്രഖ്യാൻ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? നാഗ്ന എന്ന് പറഞ്ഞാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡറിൻ്റെ പേരെന്തോന്നാണ്? ലാൻഡർ വിക്രം. നമ്മുടെ സിനിമ നട വിക്രം ലാൻഡ് ചെയ്യണമെന്ന് ഓർത്താൽ മതി. വിക്രം എന്നാണ്. വിക്രം എന്ന വേർഡിൻ്റെ മീനിങ് ധൈര്യം എന്നാണ്. ധൈര്യം എന്നാണ്. എന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? 2023
ജൂലൈ 14 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. വാഹനം ഏതെന്ന് കേട്ടിട്ടുണ്ട്, LVM M4 ആണ്. ഓക്കെ, LVM-3 M4 എന്ന വേർഡ് ഇത് വാഹനത്തിലാണ്. LVM-3 M4 എന്ന വാഹനത്തിലാണ് എന്താണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നു കേട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 5 ഓക്കെ, 2023 ഓഗസ്റ്റ് 5 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14 ഭ്രമണപഥത്തിലെത്തിയത്, ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 5. അതുപോലെ തന്നെ ഈ സമയത്ത് ചന്ദ്രയാൻ 3 പേടകം ISROയ്ക്ക് നൽകിയ സന്ദേശം ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ, ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നൊരു വേർഡാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതും നമ്മുടെ റോവറിൻ്റെ പേരെന്താണ്, കുറച്ച് പറഞ്ഞാൽ പ്രഗ്യാൻ. ഓക്കെ, റോവർ പ്രഗ്യാൻ, ലാൻഡർ വിക്രം, RPM LV. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ചന്ദ്രയാനും ആദിത്യ L1മായി ബന്ധപ്പെട്ട് PSC കേട്ടിട്ടുള്ളത്. എല്ലാ 3 പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഈ ടോപ്പിക്കൊന്ന് നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഓക്കെ, തീർച്ചയായിട്ടും നോക്കിയിട്ട് തന്നെ പോകണം. അടുത്താണ് നമ്മുടെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. PSC സ്ഥിരം കേൾക്കുന്നതാണ് ഹരിത വിപ്ലവം. അതുപോലെ തന്നെ 1991 നാഷണൽ എക്കണോമിക്സ് പോളിസി. ഇത് രണ്ടും നിങ്ങൾ +1 ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട്, ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ചിട്ട് പോകണം. കാരണം അതിലുള്ള ഫാക്റ്റുകളാണ് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു 90% മാർക്കും ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപൂർവമായിട്ട് പുറത്തു നിന്നൊക്കെ വരാം. 90% മാർക്കും ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഒരു പുസ്തകമല്ല, ആ ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചു വെച്ചാൽ. ഓക്കെ, +1 എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ ഇത് നോക്ക്, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരി അല്ലാത്തത് ഏതെന്നാണ്. ഉൽപ്പാദനത്തിൽ ഉൽപ്പാദനക്ഷമതയിലുള്ള വർധനവ്, വരുമാന വർധനവ്, തൊഴിൽ വർധനവ്. C ഗ്രാമീണ അസമത്വമാണ്. ഓക്കെ, PSC കൊടുത്തത് C എന്നാണ്. അടുത്തതാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി ആരെന്നേറ്റാൽ അറിയായിരിക്കും, MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ എന്നാണ് മരിച്ചത്? എന്നാണ് 2023. ഓക്കെ, 2023 സെപ്റ്റംബർ 28. ഓക്കെ, 2023 സെപ്റ്റംബർ 28 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ മരിച്ചത്. ഓക്കെ, ഈ ഡാറ്റ് PSC കേട്ടിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്താണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരെന്നാണ്? സുമൻ ബെറിയാണ്. ഓക്കെ, നീതി ആയോഗിൻ്റെ CEO ആരാണ്? CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. ഓക്കെ, BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ CEO. നീതി ആയോഗിൻ്റെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ്. ആരാണ് നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ? നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, മോദിയാണ്, മോദിജി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഹരിത വിപ്ലവം പറഞ്ഞില്ലേ, +1 ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗം അല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനം തോതിൽ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണ്. ഭക്ഷ്യ ഉൽപ്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, എന്താണ് ഓവറായിട്ട് പ്രൊഡക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് സ്വയം പര്യാപ്തത കിട്ടുമല്ലോ, അങ്ങനെ നോക്കിയാൽ മതി. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തെറ്റാണ്. ഓക്കെ, ഫസ്റ്റ് 1, 2, 3 ശരി. ഓക്കെ, ഓപ്ഷൻ D ആണ് ശരി. ഹരിത വിപ്ലവമായുള്ള അടുത്ത നമ്മുടെ 91 പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. ഏതാണ്? സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു, വിദേശ സഹായം പരമാവധി കുറയ്ക്കുക, ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇതിലേതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയെന്നാണ്? ഓപ്ഷൻ 1, 3 2, 3 ഓക്കെ, 2, 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇതും കറക്റ്റ് ആ +1 ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. അടുത്തും അതേ സംഭവം 91 ന്യൂ എക്കണോമിക് പോളിസി പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 91 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതെന്നാണ്? എന്താണ്? വിദേശീയ കറൻസികൾക്കെതിരെയുള്ള മൂല്യച്യുതി, അതായത് വിദേശീയ കറൻസികൾക്കെതിരെ ഇന്ത്യയുടെ മൂല്യം കുറച്ചു എന്നാണ്. അപ്പം 91 ഈ പോർഷൻസ് ഒന്ന് നോക്കണം. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നടക്കുന്നത് സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ ഔട്ട്സോഴ്സിങ് കറക്റ്റ് നമ്മളെ +1 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. രംഗത്ത് ഇന്ത്യൻ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയെന്നാണ്? ഓപ്ഷൻ C ആണ്. ഓക്കെ, 1 വൈവിധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, അതുപോലെ തന്നെ
കുറഞ്ഞ വേതന നിരക്ക്. ഓക്കെ, നിങ്ങളതിന് അല്ലെങ്കിൽ നോക്കണം പുറം കരാർ എന്നാണ്. എന്നാൽ പുറത്തുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിൽ വന്ന് കരാർ നടക്കണം. ഓക്കെ, കമ്പനീസ് തുടങ്ങുകയോ അല്ലെങ്കിൽ വേറെ ഷെയർ തുടങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ ദാരിദ്ര്യമുള്ള ഒരു രാജ്യത്ത് പോയി ഇങ്ങനെയൊക്കെ തുടങ്ങുമോ? തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ പോയി തുടങ്ങും? ഇല്ല. വൈവിധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ അവിടെ വേണം, കുറഞ്ഞ വേതന നിരക്ക് വേണം. അങ്ങനെ ഒരു ലോജിക്ക് ഉപയോഗിച്ച് വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താം. 15 ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്താണ് 16-ാമത്തെയാണ്. സമ്പദ്ഘടനയെ സ്വാധീനിച്ച് ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണം അനുസരിച്ച് ഇവയെ ശരിയായ ക്രമം ഏതാണ്? ഫസ്റ്റ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. എന്നാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്? എന്നാണ് 1950 ഓക്കെ, 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. പിന്നെ പറഞ്ഞാണ് ഭൂപരിഷ്കരണം പറഞ്ഞത്. പിന്നെ ബാങ്ക് ദേശസാൽക്കരണം 2 ഘട്ടങ്ങളായി നടന്നു. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് നിരോധനം. ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് എന്താണ് വർഷങ്ങളൊന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് വന്നാൽ നമുക്ക് 1 മാർക്കായി നഷ്ടം. കാരണം ഓപ്ഷൻസ് വായിച്ചാൽ കിട്ടാവുന്ന ചോദ്യമേ ഉള്ളൂ. ഓക്കെ, 1000, 500 നോട്ടുകളുടെ ഈ നോട്ട് നിരോധനം അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും കുറേ കാലം കഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പം അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചതെന്നറിയാം. അപ്പം ഈ 3-ാമത്തെയാണ് ഏറ്റവും അവസാനം ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. ഓക്കെ, ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. അപ്പം ഇതാണ് PSC. ഓക്കെ, അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താം. പിന്നെ നമ്മുടെ 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951-നാണ്. ഓക്കെ, 1951-നാണ്. അടുത്ത ക്വസ്റ്റ്യനാണ് നീതി ആയോഗ് സ്ഥാപിതമായത് 2015-ആണ്. 2015 ഡേറ്റ് എന്താണ്? ജനുവരി 1-ആണ്. ഓക്കെ, 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് സ്ഥാപിതമായത്. ടീം ഇന്ത്യ എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. ഓക്കെ, ടീം ഇന്ത്യ എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. നീതി ആയോഗ് ഒരു ഉപദേശക 15-ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം എന്തെല്ലാമെന്നാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹ്യ സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. ഓക്കെ, അത് 16-ാമത്തെ ചോദ്യമാണ്. വീണ്ടും നമ്മുടെ സാമ്പത്തിക പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ്. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതും നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. രണ്ടും ശരിയാണ്. ഓക്കെ, രണ്ടും ശരിയാണ്. ഓപ്ഷൻ എ ആണ്. നമ്മുടെ നീതി ആയോഗിൻ്റെ അടുത്ത ചോദ്യമാണ്. കേന്ദ്ര സർക്കാരുകൾ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. നിങ്ങൾ നോക്കണം, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവം, 91-ലെ ന്യൂ എക്കണോമിക്സ് പോളിസി. PSC റിപ്പീറ്റ് ചെയ്ത് ഇത്രയും പോർഷൻസിൽ നിന്ന് മാത്രമാണ് എക്കണോമിക്സിൽ ക്വസ്റ്റ്യൻ കേൾക്കുന്നത്. വേറെ ഒന്നും കാടിയേറി പോയിട്ടില്ല. നമ്മുടെ GDP, GNP അങ്ങനെ ഒന്നും PSC കാടിയേറി പോയിട്ടില്ല. കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ് PSC കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അടുത്തതിന് വീണ്ടും നീതി ആയോഗുമായി ബന്ധപ്പെട്ടാണ്. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് അടൽ ഇന്നൊവേഷൻ മിഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. 2-ാമത്തെയാണ് മെത്തനോൾ സമ്പദ്ഘടന. ഓപ്ഷൻ സി ആണ്. എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക. ഓക്കെ, ഓപ്ഷൻ സി ആണ്. പിന്നെ 3 സഹകരണ ഫെഡറലിസം എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ പ്രോത്സാഹിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കുക എന്നാണ്. പിന്നെ അടുത്ത് PSC കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ആരും ശ്രദ്ധിക്കാത്തൊരു ചോദ്യം, ഗതികോർജ്ജം സ്ഥിതികോർജ്ജം. PSC കേട്ടിട്ടുണ്ട്. ഓക്കെ, 3 ക്വസ്റ്റ്യൻസിലും ഓരോ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടായിരുന്നു. 3 പരീക്ഷയ്ക്കും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടായിരുന്നു സ്ഥിതികോർജ്ജവും. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഓക്കെ, സ്ഥിതികോർജ്ജത്തിൻ്റെ ഫോർമുല എന്തോന്നാണ്? U=mgh ആണ്. ഓക്കെ, U= മാസ് ഇൻറ്റു G എത്രയാണ്? 10 m/s² ആണ്. അതേപോലെ h ഹൈറ്റ്. ഓക്കെ, അപ്പം സ്ഥിതികോർജ്ജം U=mgh ആണ്. ഈ ഫോർമുല ഒന്ന് നോക്കി വെക്കണം കേട്ടോ. PSC ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കേൾക്കാറുണ്ട്. അടുത്ത ചോദ്യമാണ്, നമ്മുടെ അധികവും സ്ഥിതികോർജ്ജം ഗതികോർജ്ജം തമ്മിലുള്ള റേഷ്യോ എത്രയെന്നാണ്? h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം ഗതികോർജ്ജം തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഒരു വസ്തു നല്ല ഹൈറ്റിലായിരിക്കുമ്പോൾ, ഒരു വസ്തു ഒരു മൂവ്മെൻറ്റിലായിരിക്കുമ്പോൾ, ഓക്കെ, എന്തായാലും ഗതികോർജ്ജം, അതായത് ഒരു മൂവ്മെൻറ്റിലായിരിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജ്ജം നമ്മൾ ഒന്നെടുത്ത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? സ്ഥിതികോർജ്ജം എന്താണ്? ഒരു വസ്തു എന്താണ് റെസ്റ്റിലിരിക്കുമ്പോൾ ഉള്ള ഊർജ്ജം കിട്ടണമെന്ന് സ്ഥിതികോർജ്ജം എന്ന് പറയണം. ഓക്കെ,
അപ്പം അതിൻ്റെ കാരണം വസ്തു മൂവ്മെൻറ്റിലല്ലേ, അപ്പം അതിൽ ഗതികോർജ്ജം ഒന്നാണെങ്കിൽ അതിലപ്പോൾ സ്ഥിതികോർജ്ജം എത്ര ആയിരിക്കും? കാരണം വസ്തു റെസ്റ്റിലായിരിക്കുമ്പോൾ കിട്ടുന്നതാണ് സ്ഥിതികോർജ്ജം, പക്ഷേ വസ്തു മൂവ്മെൻറ്റിലാണ്. അപ്പോൾ അതിൽ സ്ഥിതികോർജ്ജം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. കാരണം വസ്തു ഗതികോർജ്ജത്തിലായിരിക്കുമ്പോൾ 1 ആയിരിക്കും അതിൻ്റെ എനർജി, സ്ഥിതികോർജ്ജത്തായിരിക്കും 0 ആയിരിക്കും. ഇനി നേരെ താഴോട്ട് പറഞ്ഞു എന്താണ് ഇതിൻ്റെ ഗതികോർജ്ജം അവസാനിക്കുമ്പോൾ അത് എത്ര ആയിരിക്കും? അതിൻ്റെ ഗതികോർജ്ജം 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അതായത് 1ൽ നിന്ന് ഇത് 0യിലോട്ട് പോകുന്നുണ്ട്, ഇത് 0യിൽ നിന്ന് 1 പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ പറഞ്ഞ എപ്പോഴായിരിക്കും? അതായത് സെൻറ്ററിൽ 1:1 എന്ന് വരും. ഓക്കെ, അതായത് പകുതി ദൂരം. ആ ഒരു ഐഡിയ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അതായത് ഗതികോർജ്ജം 1 ആയിരിക്കുമ്പോൾ സ്ഥിതികോർജ്ജം 0 ആയിരിക്കും. തിരിച്ച് ഏറ്റവും അവസാനം വരുമ്പോൾ എന്താണ്? ഗതികോർജ്ജം അവസാനിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം 1 ആയി മാറും. അപ്പോൾ അതിൻ്റെ ഗതികോർജ്ജം 0 ആയി, കാരണം വസ്തു റെസ്റ്റിലല്ലേ, അപ്പം ഗതികോർജ്ജം 0 ആയിരിക്കും. ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതായത് ഈ 1ൽ നിന്ന് 0യിലോട്ട് പോകുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വെച്ചുള്ള ചോദ്യമാണ് ക്യാരക്ടർ. ഏതാണ്? സഞ്ചരിച്ച് h/2, അതായത് ഇത് ഹൈറ്റ് എന്നെടുത്തതിനാൽ ഹൈറ്റ് /2, ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ എത്രയായിരിക്കും? 1ൽ നിന്ന് കുറഞ്ഞ് സെൻറ്ററിലെത്തുമ്പോൾ 0.5 ആയിരിക്കും. അതേപോലെ 0യിൽ നിന്ന് കൂടി വരണം 1ൽ വരണം, അപ്പോൾ 0യിൽ നിന്ന് കൂടി വരുമ്പോഴും 0.5 ആയിരിക്കും. അതായത് 0.5:0.5 എന്താണ്? 0.5:0.5 എന്താണ്? 1:1. ഓക്കെ, അതാണ് ഇവിടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 1:1 എന്നാണ്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇതൊന്ന് ശ്രദ്ധിക്കണം. അതാണ് ഗതികോർജ്ജം 1 ആയിരിക്കുമ്പോൾ സ്ഥിതികോർജ്ജം 0 ആയിരിക്കും, സ്ഥിതികോർജ്ജം 1 ആകുമ്പോൾ ഗതികോർജ്ജം 0 ആവും. ഇതിൽ നിങ്ങോട്ടൊരു ട്രാൻസിഷൻ ഉണ്ട്. ഓക്കെ, ഈ 1 എന്ന് പറയുന്ന വാല്യൂനെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്. വീണ്ടും എന്താണ്? സ്ഥിതികോർജ്ജം എത്രയെന്നാണ്? 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കുമെന്ന്. സ്ഥിതികോർജ്ജത്തിൻ്റെ ഫോർമുല പറഞ്ഞു തന്നു. U=mgh. ഓക്കെ, mgh. m എത്രയാണ്? മാസ് 0.2 ഇൻറ്റു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് നമ്മൾ പറഞ്ഞു 10 എന്ന് പറഞ്ഞു. ഓക്കെ, g 10 ഇൻറ്റു ഹൈറ്റ് എത്ര? 1 മീറ്റർ. അതായത് എത്ര? 2 × 1 കിട്ടും, = 2 ജൂൾ കിട്ടും. ഓക്കെ, 2 ജൂൾ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. U=mgh. ഇനി മറ്റേ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? K = 1/2 mv². ഓക്കെ, 1/2 v². ഹാഫ് 1/2 mv², ഹാഫ് mv² എന്നാണ്. അടുത്താണ് നമ്മുടെ ലോക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ക്വസ്റ്റ്യൻസ് PSC കേൾക്കുന്നുണ്ട്. ഇതിവിടെ പറയേണ്ട കാര്യം വലിയ ഹ്യൂജ് ടോപ്പിക്കൊന്നുമല്ല. പഠിച്ചിട്ടുള്ളവർക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് റിവൈസ് ചെയ്ത് തീക്കാവുന്ന ടോപ്പിക്കുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ്. ഏതാണ്? എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. ഓക്കെ, ലൂയി 15-ന് ശേഷമാണല്ലോ 16 പറഞ്ഞത്. 6 നിന്നാണ് പ്രളയം ഉണ്ടാകുന്നതെന്ന് ഓർത്ത് വെച്ചത്. അപ്പം എനിക്ക് 15 ശേഷം 6 വരുന്നുണ്ട്, അപ്പം എനിക്ക് ശേഷം പ്രളയം. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അതുപോലെ തന്നെ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 ആണ്. ഓക്കെ, ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ലൂയി 16-ൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ലൂയി 16-ൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുമ്പോഴുള്ള ഭരണാധികാരി ലൂയി 16 ആണ്. ഓക്കെ, അടുത്താണ് താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ ജോഡികൾ. ഏതാണ്? സ്പിരിറ്റ് ഓഫ് ലോ ആരുടെയാണ്? മൊണ്ടേസ്ക്യൂവിൻ്റെ ആണ്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് ലോ മൊണ്ടേസ്ക്യൂ. റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്. ഏപ്രിൽ തീസിസ് VI ലെനിൻ. ലോങ് മാർച്ച് മാവോ സേതു. ഓക്കെ, അടുത്താണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഗ്ലോറിയസ് റവല്യൂഷൻ. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഇംഗ്ലണ്ടിലെ രാജാവായി ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. പിന്നീട് വില്യമും മേരിയും അധികാരത്തിൽ വന്നു. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. ഓക്കെ, ലോകാരോഗ്യ സംഘടന ഈ അന്താരാഷ്ട്ര സംഘടനയുടെയും ആസ്ഥാനം കേൾക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നാറ്റോ. ഓക്കെ, നാറ്റോ ഇപ്പം കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. മൂന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന് ബന്ധമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? ആസ്ഥാനം ഏതാണ്? ജനീവയാണ്. ഓക്കെ, ജനീവയല്ല ആസ്ഥാനം. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ് നാറ്റോയുടെ ആസ്ഥാനം? നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഓക്കെ, ബ്രസൽസിലാണ് നാറ്റോയുടെ ആസ്ഥാനം. നാറ്റോ രൂപീകരിച്ച വർഷം 1949 ആണ്. ഓക്കെ, 1949 ഏപ്രിൽ 4-നാണ്. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ രൂപപ്പെട്ടത്. ഇത് സ്ഥാപിച്ചപ്പോൾ 12 അംഗങ്ങളായിരുന്നു. ഓക്കെ, നാറ്റോ വന്നപ്പോൾ 12 അംഗരാജ്യങ്ങളായിരുന്നു. നിലവിൽ ഇത്
32 അംഗങ്ങളുണ്ട്. ഓക്കെ, 12 32 32ാമത്തെ രാജ്യം ഏതെന്ന് എടുത്തു വയ്ക്കണം. 2024 ജോയിൻ ചെയ്ത സ്വീഡനാണ്. ഓക്കെ, സ്വീഡനാണ് 32ാമത്തെ രാജ്യം. 31ാമത്തെ രാജ്യം ഫിൻലാൻഡാണ്. ഓക്കെ, 32 സ്വീഡനാണ്. 31ാമത്തെ രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. ഓക്കെ, അതുപോലെ തന്നെ നാറ്റോയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് ജെൻസ് സ്റ്റോളൻബർഗ്. ഓക്കെ, ജെൻസ് സ്റ്റോളൻബർഗ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. അടുത്ത ക്വസ്റ്റ്യനാണ് ഏതാണ്? താഴെ പറയുന്നവൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത്. ഓക്കെ, അന്താരാഷ്ട്ര വ്യാപാര സംഘടനയുടെ ലക്ഷ്യമാണിത്. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനം സുരക്ഷയും കാത്ത് സംരക്ഷിക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. പിന്നെയാണ് നമ്മുടെ അന്തരീക്ഷ പാളിനെ കുറിച്ച് PSC കേൾക്കുന്നുണ്ട് ഇപ്പോൾ. ഏതാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളിയാണ് ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഓക്കെ, ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ഗ്രാനൈറ്റ് എന്താണ്? ഗ്രാനൈറ്റ് ഏതാണ്? ആഗ്നേയശിലയാണ്. ഓക്കെ, ഗ്രാനൈറ്റ്, ബ്രസാൾട്ട്, ഡോളറൈറ്റ് ഇതെല്ലാം എന്താണ്? ആഗ്നേയശിലകളാണ്. ഓക്കെ, ആഗ്നേയശിലകളാണ്. അതുപോലെ തന്നെ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് കളിമണ്ണ്. ഓക്കെ, കളിമണ്ണ്, മണൽക്കല്ല്, ചോക്ക്, കൽക്കരി, ചുണ്ണാമ്പ് കല്ല് ഇതെല്ലാം ഏതാണ്? അവസാദ ശിലകളാണ്. ഓക്കെ, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി, ചോക്ക്, മണൽക്കല്ല്, കളിമണ്ണ് ഇതെല്ലാം അവസാദ ശിലകളാണ്. കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ് ഏതാണ്? മാർബിള്, ഗ്രാഫൈറ്റ്. ഓക്കെ, ഗ്രാനൈറ്റ് എന്നാണ് ആഗ്നേയശിലകളാണ്. പക്ഷേ ഗ്രാഫൈറ്റ് ഒരു കായാന്തര ശിലകളാണ്. ഓക്കെ, മാർബിള്, ഗ്രാഫൈറ്റ്, അതേപോലെ നൈസ്, ഷിസ്റ്റ്, സ്ലേറ്റ് ഇതെല്ലാം ഏതാണ്? കായാന്തരിക ശിലകളാണ്. പിന്നെ അളകനന്ദി, ഭഗീരഥി നദി, ദേവപ്രയാഗിൽ കൂടിച്ചേർന്നതും ശരിയാണ്. ഓക്കെ, 8ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യമാണ് ഏത് അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി എന്നാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, അറിയായിരിക്കും. അടുത്ത ചോദ്യമാണ് ഈ സംഘടനകൾ സ്ഥാപിച്ചത് 2 ക്വസ്റ്റ്യൻ PSC കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, ഭാഗ്യമുള്ളവർക്ക് അടുത്ത പരീക്ഷ കിട്ടും. സിമ്പിൾ ചോദ്യങ്ങളാണ് ഇതൊക്കെ. സമത്വ സമാജം ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ, വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ്. അതുപോലെ തന്നെ സഹോദര പ്രസ്ഥാനം ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് വിദ്യാപോഷണി. കണ്ടോ, 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട് PSC. 3 എക്സാമിൽ കൂടി 2 ചോദ്യമാണ് PSC കേട്ടിട്ടുള്ളത്. വിദ്യാപോഷണി സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിലും സഹോദരൻ അയ്യപ്പൻ്റെ ചോദ്യമാണ് കേട്ടിട്ടുള്ളത്. മുകളിലുള്ളതും ഏതാണ്? സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് തെറ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ 2ലും കോമൺ ആയിട്ട് പറഞ്ഞത് ആരാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, ഇത് 2ലും കോമൺ ആയിട്ട് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ്റെ ഫാക്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയും ടോപ്പിക്കുകളാണ് PSC പ്രധാനമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ആക്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു, അതുകൂടി ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അതിൽ നമ്മൾ കുറേയധികം 20ഓളം ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഒരു ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലകളിലാണ് എക്സാം എഴുതാൻ പോകുന്നത് കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു എക്സാം